ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അനന്തമായ ദൈവസ്നേഹത്തിൻ്റെ സംഗ്രഹമാണ് വിശുദ്ധ കുർബാന. ഓരോ കുർബാന സ്വീകരണത്തിലും ഈശോ നമ്മിലേക്ക് കടന്നുവന്ന് നമ്മിൽ വസിക്കുകയാണ് ചെയ്യുന്നത്. മാലാഖമാർ പോലും വലിയ ആഗ്രഹത്തോടെ നോക്കുന്ന ഈ സുന്ദര നിമിഷം തൻ്റെ മക്കളായ നമുക്കായി പിതാവായ ദൈവം കരുതി വയ്ക്കുകയാണ് ഓരോ വിശുദ്ധ ബലിയിലും. ദിവ്യബലിയിലൂടെ ലഭ്യമാകുന്ന ഈ അനന്ത സ്നേഹത്തെ ജീവിതത്തിൻ്റെ ആരംഭനാളുകളിൽ തന്നെ കണ്ടുമുട്ടി അനുഭവിക്കാനായ ജീവിത സാഹചര്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ് അധ്യാപകനായ ഇദ്ദേഹവും കുടുംബവും. എൻ്റെ പേര് വിജു സെബാസ്റ്റ്യൻ. വീട്ടുപേര് കൊച്ചുപുരയ്ക്കൽ. ഇടുക്കി രൂപതയിലെ ചെമ്മണ്ണാർ സെൻറ്റ് സേവിയേഴ്സ് ഇടവകാംഗമാണ്. ഞാനിപ്പോൾ കാന്തിപ്പാറ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നു. ഭാര്യയും 4 കുഞ്ഞുങ്ങളുമുണ്ട്. ആവുന്നത്ര ദിവസങ്ങളിൽ വചനപ്രഘോഷണത്തിന് പോകുവാനായിട്ട് ശ്രമിക്കുന്നു. എൻ്റെ പപ്പയും അമ്മയും കുഞ്ഞുനാളിൽ എനിക്ക് തന്ന ദിവ്യകാരുണ്യ ഭക്തി അതിൽ വളരുവാൻ എന്നെ ഒത്തിരിയേറെ സഹായിച്ചു. ചെറുപ്പകാലത്തെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം ആദ്യ കുർബാന സ്വീകരണ ദിവസമായിരുന്നു. UP സ്കൂളിൽ പഠിക്കുമ്പോൾ അന്നൊരു ക്രിസ്ത്യൻ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ എനിക്കൊരു അവസരം കിട്ടി. ആ ധ്യാനം കഴിഞ്ഞപ്പോൾ മുതൽ ഒരു വല്ലാത്ത ആഗ്രഹം, ഈശോയോട് കൂടി ജീവിക്കണം, ദിവ്യകാരുണ്യനാഥനോട് ഒന്നിച്ച് ജീവിക്കണം. അങ്ങനെ ഞാൻ പുതിയൊരു പ്രാർത്ഥനാ ശൈലി സ്വീകരിച്ചു. രാവിലെ ഉണരുമ്പോൾ, ഈശോയെ നമുക്കൊരുമിച്ച് എഴുന്നേക്കാം. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, ഈശോയെ നമുക്കൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ഇതെന്നിൽ വല്ലാത്ത ഒരു സന്തോഷം നൽകുന്ന അവസരമാക്കി മാറ്റി. സ്കൂളിലേക്ക് പോകുമ്പോൾ ബാഗും പുസ്തകവും ഒക്കെ എടുത്ത് ഓടുമ്പോൾ, ഈശോയെ നമുക്ക് ഒരുമിച്ച് പോകാം. പഠിക്കാനിരിക്കുമ്പോൾ, ഈശോയെ നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം. ഇത് മനസ്സിലെ പ്രാർത്ഥനയായി മാറി. പഠനത്തിൽ ഒത്തിരി മിടുക്കനൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങൾക്കും പരാജയപ്പെട്ടു പോകുന്ന ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു സിസ്റ്റർ ദൈവാലയത്തിൽ പോയി നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു നിർദ്ദേശം തന്നപ്പോൾ
ഞാൻ ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു, ഈശോയെ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഇത്തവണത്തെ പരീക്ഷ എഴുതാം. അങ്ങനെ പതിവിന് വിപരീതമായിട്ട് ഓണപ്പരീക്ഷയിൽ ഇംഗ്ലീഷിന് ക്ലാസ്സിലെ ടോപ്പ് മാർക്ക് കിട്ടിയപ്പോൾ ഈശോ കൂടെയുണ്ട്, പഠന മേഖലയിൽ ദിവ്യകാരുണ്യനാഥൻ എന്നെ ഒത്തിരി അനുഗ്രഹിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. 10ാം ക്ലാസ് എത്തിയപ്പോഴേക്കും മറ്റു വിഷയങ്ങൾ എൻ്റെ മുമ്പിൽ എന്നെ പരാജയപ്പെടുത്തുമോ എന്നുള്ളൊരു ഭീതിയുണ്ടായിരുന്നു. പക്ഷേ ദിവ്യകാരുണ്യനാഥൻ കൂടെയുണ്ടല്ലോ. എൻ്റെ അധ്യാപകർക്കും ഭയമായിരുന്നു പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളത്. അന്ന് റിസൾട്ട് അറിയുന്നത് പത്രത്തിലൂടെയാണ്. പത്രത്തിൽ എൻ്റെ മാർക്കും എൻ്റെ രജിസ്റ്റർ നമ്പർ വന്നപ്പോൾ എന്നെ പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ വിളിച്ചു പറഞ്ഞു, മോനെ, നിനക്ക് നല്ല മാർക്കുണ്ട്, ഇതെങ്ങനെ സാധിച്ചു? ഞാൻ ആദ്യം വിശ്വസിച്ചില്ല, പക്ഷേ കണ്ടു വിശ്വസിച്ചു. റിസൾട്ട് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ചെമ്മണ്ണാർ ദേവാലയത്തിൽ കയറി ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. ദിവ്യകാരുണ്യനാഥൻ എൻ്റെ പഠന മേഖലയിൽ എന്നെ അനുഗ്രഹിക്കുന്ന എൻ്റെ ദൈവമാണ്, എൻ്റെ കൂടെയുള്ള ദൈവമാണ്. ആ വിശ്വാസം എന്നിൽ കൂടുതൽ വളരാൻ തുടങ്ങി. പഠന മേഖലയിലെ തുടർന്നുള്ള നാളുകളിൽ BEd എത്തിയപ്പോൾ ഞാൻ എൻ്റെ ദിവ്യകാരുണ്യനാഥൻ്റെ കൂടെയാണ് പഠനം തുടർന്നത്. എല്ലാവരും കൂടുതൽ പണം മുടക്കി ഓരോ മോഡലുകൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ വീട്ടിലിരുന്ന് തെർമോക്കോൾ കട്ട് ചെയ്യുമ്പോൾ, ഈശോയെ, നമുക്ക് ഒരുമിച്ച് ഇത് ഉണ്ടാക്കാം. ഞാനുണ്ടാക്കിയ മോഡലുമായിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ BEd സെൻറ്ററിലെ ടീച്ചർ പറഞ്ഞു, കൊള്ളാം, മനോഹരമായിരിക്കുന്നു. ഒത്തിരി പണം മുടക്കില്ലാതെ വളരെ ലളിതമായിട്ട് ഇത്ര നന്നായിട്ടുണ്ടാക്കാൻ സാധിച്ചത് എങ്ങനെ? എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ദിവ്യകാരുണ്യനാഥൻ്റെ കൂടെ ഈശോയെ നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്യാമെന്ന് പറയുന്നതിൽ വലിയ ഫലമുണ്ട്. പഠന മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരോടുമായി ഞാൻ ഈ വിഷയം പങ്കുവയ്ക്കുകയാണ്. ഈശോയോട് ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോൾ നമ്മുടെ പഠന മേഖല അത് അനുഗ്രഹപ്രദമായി മാറും. ചിലപ്പോൾ പരാജയപ്പെട്ടു പോകുമെന്ന് തോന്നുമ്പോൾ പോലും അതും നന്മയ്ക്കായി മാറ്റുന്ന ഒരു ദിവ്യകാരുണ്യനാഥൻ നമ്മോടൊപ്പമുണ്ട്. ദിവ്യകാരുണ്യത്തിൽ യേശുവുമായിട്ടുള്ള ഐക്യം എന്ന മഹാത്ഭുതമാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയവരാണ് സകല വിശുദ്ധരും. വിശുദ്ധ ജമ്മ ഗൽഗാനി ഒരിക്കൽ ഇപ്രകാരം എഴുതി: ഇപ്പോൾ രാത്രിയാണ്, നാളെ പ്രഭാതം അടുത്തു വരുന്നു. അപ്പോൾ യേശു എന്നെ സ്വന്തമാക്കുകയും ഞാൻ അങ്ങയെ സ്വന്തമാക്കുകയും ചെയ്യും. ഇപ്രകാരം ദിവ്യകാരുണ്യമായി ഉള്ളിൽ വന്ന ഈശോയുടെ കൂടെ എല്ലാം ചെയ്യുക എന്ന സ്നേഹതത്വം പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹവും. ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് പഠിച്ച് ഒരു ജോലിയിലെത്തുക എന്നുള്ളത്. പഠനത്തിലേറെ പിന്നോക്കം നിന്ന് എന്നെ ദിവ്യകാരുണ്യനാഥൻ പഠിപ്പിച്ച് BEd സെൻറ്ററിൽ നിന്നും ക്ലാസ്സിലെ ബെസ്റ്റ് ടീച്ചർ ട്രെയിനി എന്നുള്ള സമ്മാനവും വാങ്ങി അവിടുന്ന് പറഞ്ഞയക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥനിൽ തന്നെ ഞാൻ വീണ്ടും ആശ്രയിച്ചു ഒരു ജോലിക്കായി. ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ ആദ്യമായി ജോലിക്ക് കയറി. എൻ്റെ കൺമുമ്പിലിരുന്ന ഒരു കുഞ്ഞിനോട് ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ അവൻ്റെ കൂടെ വീട്ടിൽ വരെ വരുന്നു എന്നൊന്ന് പറഞ്ഞു. അവനേറെ സന്തോഷമായി. വാഹനത്തിൽ കയറിയപ്പോൾ ഞാൻ പതിവ് പ്രാർത്ഥന തെറ്റിച്ചില്ല, ഈശോയെ, നമുക്ക് ഒരുമിച്ച് ഈ കുട്ടിയുടെ കൂടെ പോകാം. അവൻ്റെ ഭവനത്തിൽ കയറി ചെന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ മനസ്സിൽ ഒരു ചിന്ത ഈശോ തരുന്നു, തൊട്ടടുത്ത വീട്ടിലാണ് ഒന്ന് പോകേണ്ടത്. ഞാൻ ആ കുട്ടിയെയും കൂട്ടി തൊട്ടടുത്ത വീട്ടിൽ ചെന്നു. അവിടെ പ്രായമായൊരു വല്യമ്മച്ചിയും ഒരു ടീച്ചറും ടീച്ചറിൻ്റെ കുട്ടിയും. ടീച്ചറിൻ്റെ ഭർത്താവ് മറ്റൊരു സംസ്ഥാനത്ത് പട്ടാളക്കാരനായി ജോലി ചെയ്യുന്നു. ടീച്ചർ കാപ്പി എടുക്കാൻ വേണ്ടി മാറിയപ്പോൾ കൊച്ചുകുട്ടിയെയും കൊണ്ട് വല്യമ്മച്ചി മുറ്റത്തേക്കിറങ്ങി. പെട്ടെന്ന് എൻ്റെ കൈ ആരോ പിടിച്ചു വലിക്കുന്നത് പോലെ ഒരനുഭവം. അതെ, എൻ്റെ കൈ പെരുവിരൽ അവിടുത്തെ ഭിത്തിയിൽ ഒരു കുരിശടയാളം ഇടിവിച്ചു. ഞാനല്ല, ദിവ്യകാരുണ്യനാഥൻ എന്നെക്കൊണ്ട് 3 തവണ ആ ഭിത്തിയിൽ കുരിശടയാളം ഇടിവിച്ചു. ചായ കുടിച്ചതിന് ശേഷം
ഞാൻ തിരികെ എൻ്റെ വീട്ടിലേക്ക് യാത്രയായി. തൊട്ടടുത്ത ദിവസം നല്ല മഴക്കാലമാണ്. അതിരാവിലെ ആരോ വിളിച്ചുണർത്തുന്നത് പോലെ തോന്നി. ഞാൻ ഉണർന്ന് ഒരു ജപമാല മുഴുവൻ ചൊല്ലി തീർത്തു. അന്ന് പതിവ് പോലെ സ്കൂളിൽ ചെന്നപ്പോൾ എൻ്റെ ഹെഡ് മിസ്ട്രസ് പറഞ്ഞു, നമ്മുടെ അടുത്ത സ്ഥലത്ത് ഒരു വലിയ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. ഞങ്ങൾ അധ്യാപകർ ഒരു വാഹനത്തിൽ ആ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം സന്ദർശിക്കാൻ പോവുകയാണ്. ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കി. ഞാൻ തലേ ദിവസം കടന്നുപോയ ആ കുട്ടിയുടെ വീടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ആ വീടിന് തൊട്ട് സമീപത്തെത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്നെയും ഏറെ അത്ഭുതപ്പെടുത്തി. ആ കുരിശടയാളമിട്ട ആ ഭവനം അത് സുരക്ഷിതമായി നിൽക്കുന്നു. തൊട്ടടുത്ത പ്രദേശങ്ങൾ മുഴുവൻ പൊട്ടിയൊഴുകി ഒരു ടാറിംഗ് റോഡ് ഉൾപ്പെടെ കുത്തി ഒഴുകി കൊണ്ടുപോയിരിക്കുന്നു. ആ ടീച്ചർ ഓടി ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, സാറേ, വെളുപ്പിനെ 4 മണി സമയമായി കാണും. 4 മണി എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്കും അത്ഭുതമായി. ആ സമയത്താണ് ഞാനും ഉണർന്ന് പ്രാർത്ഥിച്ചത്. വലിയൊരു ശബ്ദം കേട്ടു. എൻ്റെ കുഞ്ഞിനെയും മാറോട് ചേർത്ത് പിടിച്ച് ഇറങ്ങി ഓടാൻ തുടങ്ങിയപ്പോൾ കറണ്ട് പോയി. ഞാൻ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ മാതാവേ എന്നൊരു വിളി വിളിച്ചു എന്ന് ആ ടീച്ചർ പറയുകയാണ്. തുടർന്ന് ടീച്ചർ പറഞ്ഞു, ആ ഇരുട്ടത്ത് നിന്ന് ഞാനൊരു നേർച്ചയും നേർന്നു. എൻ്റെ കുഞ്ഞിനെ വേളാങ്കണ്ണിക്ക് കൊണ്ടുപോയി തല മൊട്ടയടിപ്പിച്ചേക്കാം. പ്രഭാതമായി നോക്കിയപ്പോൾ ഈ പരിസരമാകെ പൊട്ടി ഒഴുകിപ്പോയിരിക്കുന്നു. ഞാനും എൻ്റെ ഭവനവും ഭവനത്തിലുള്ള എല്ലാവരും സുരക്ഷിതമായി ഇവിടെ ഇരിക്കുന്നു. ഇതൊരത്ഭുതം തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ എൻ്റെ ഉള്ളിലും എന്തെന്നില്ലാത്ത ആനന്ദം. ഈ ദിവ്യകാരുണ്യനാഥൻ കൂടെ സഞ്ചരിക്കുന്നവനാണ്. നാം ചെന്ന് കയറുന്ന ഭവനങ്ങളിൽ പോലും നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മെ അനുഗ്രഹിക്കുന്ന അതേ ദിവ്യകാരുണ്യനാഥൻ നാം ചെന്ന് കയറുന്ന ഭവനങ്ങൾ, നാം സംസാരിക്കുന്ന വ്യക്തികൾ, ഇടപെടുന്ന മേഖലകളെയും പ്രത്യേകിച്ചും പ്രകൃതിയെപ്പോലും അവിടുന്ന് അനുഗ്രഹിക്കുന്നു, എല്ലാം നിയന്ത്രിക്കുന്നു. ആ ദിവ്യകാരുണ്യനാഥനോടൊപ്പം നമുക്കും യാത്ര ചെയ്യാം. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അൺഎയ്ഡഡ് സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന എനിക്ക് ഒരു സ്ഥിരം നിയമനത്തിനായി ഞാനും ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിച്ചു. രൂപതയുടെ റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നതിനാൽ ആ ജോലിയുടെ അവസരം ഞാനും കാത്തിരുന്നു. ഒരു ദിവസം 135 ദിവസത്തെ ലീവ് വേക്കൻസിക്കുള്ള ഒരു നിയമന ഉത്തരവ് എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിനുവേണ്ടി രൂപത ഓഫീസിലേക്ക് ഞാനും യാത്രയായി. രൂപത ഓഫീസിന് സമീപം എത്തിയപ്പോൾ ഒരു സ്ത്രീ, ഞാൻ ഊഹിച്ചു അതൊരു ടീച്ചറായിരിക്കും, രൂപത ഓഫീസിലേക്ക് എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഒരല്പമൊന്ന് കാത്തിരിക്കാം, ഒരു സ്ത്രീയല്ലേ, അവർ കയറിയതിന് ശേഷം ഞാൻ കയറാം എന്ന് ഒരു ചിന്ത മനസ്സിൽ കിട്ടി. ആ സ്ത്രീ രൂപത ഓഫീസിലേക്ക് കയറി. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു. അല്പസമയത്തിനു ശേഷം ഞാൻ ഓഫീസിലേക്ക് കയറി ചെന്നപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കി സെക്രട്ടറി അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ കുറച്ച് മുമ്പാണ് വരുന്നതെങ്കിൽ 135 ദിവസത്തെ ലീവ് വേക്കൻസിയിലാണ് നിയമനം. പക്ഷേ ഇപ്പോൾ കയറിയിട്ട് പോയ ആ ടീച്ചർ നാട്ടിലേക്ക് സ്കൂൾ മാറുകയാണ്. നിൻ്റെ സ്വന്തം ഇടവകയിൽ നിനക്കൊരു സ്ഥിരം നിയമനത്തിനുള്ള സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ ദിവ്യകാരുണ്യനാഥൻ എനിക്ക് എൻ്റെ സ്വന്തം ഇടവകയിൽ ഒരു സ്ഥിരം നിയമനം നൽകി അനുഗ്രഹിച്ചു. ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഏവർക്കുമായി ഞാനും ഈ ആശയം പങ്കിടുകയാണ്. നമുക്ക് ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. അവിടുന്ന് തക്ക സമയത്ത് നമ്മെ ആവശ്യമായ ജോലിയും നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അധ്യാപന ജീവിതവും ഞാൻ ഏറെ ആസ്വദിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ഓരോ ദിവസവും പോയി പ്രാർത്ഥിച്ചാണ് അധ്യാപന വൃത്തിക്കായി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈശോയോടൊന്നിച്ച് ക്ലാസ് മുറിയിൽ കയറി ചെല്ലുമ്പോൾ
കുട്ടികളെ പഠിപ്പിക്കാനും ഒപ്പം അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ അവരെ ഒന്ന് കേൾക്കുവാനും അവരോട് സംസാരിക്കുവാനും സാധിക്കുന്നതിൽ ഏറെ സന്തോഷം തോന്നാറുണ്ട്. ഉച്ചസമയങ്ങളിൽ തൊട്ടടുത്തുള്ള ദേവാലയത്തിൽ പോയി 1 മണിക്കൂറിനടുത്ത സമയം ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് കടന്നു വരുമ്പോൾ ഒരത്ഭുത ശക്തി എന്നിലൂടെ പ്രവഹിക്കുന്നതായി ഞാൻ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സങ്കടപ്പെടുന്ന കുട്ടികളിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സന്തോഷം കൈമാറാൻ കഴിയുന്നത് വളരെ വ്യക്തമായി അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളുണ്ട്. അത് സ്വന്തം കഴിവല്ല. ദിവ്യസക്രാരിക്ക് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ പകർന്നു നൽകുന്ന ശക്തിയാണ് എന്ന് തീർച്ചയായും പറയാൻ സാധിക്കും. ദിവ്യബലി കൃപാവരങ്ങളുടെ നീർച്ചാലാണ്. വിശുദ്ധ കുർബാന വഴിയായി ലഭിക്കുന്നത് പോലെ വേറൊന്നിൽ നിന്നും ഇത്രത്തോളം അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അനുദിനമുള്ള ബലിയർപ്പണം, ആത്മീയ ശുശ്രൂഷകളുടെ വാതിൽ തുറന്നു തന്ന അനുഭവങ്ങൾ സാറിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇടുക്കി രൂപതയുടെ കീഴിൽ വിവിധ ഇടവകകളിലേക്ക് വചനപ്രഘോഷണവുമായി കടന്നു ചെന്നപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു. കാരണം അതിലേക്കെല്ലാം എന്നെ കൈപിടിച്ച് നടത്തിയത് ദിവ്യകാരുണ്യനാഥനാണ്. ആദ്യമായി സെബാസ്റ്റ്യൻ കോലോത്തച്ഛൻ്റെ കീഴിൽ ബ്രദർ തങ്കച്ചൻ പാമ്പാടുംപാറയോടൊപ്പം ശുശ്രൂഷയിലേക്ക് കടന്നു വന്നപ്പോൾ ദിവ്യകാരുണ്യനാഥനെ ഞാൻ ഏറെ സ്നേഹത്തോടെ ഓർത്തു, ഒരുപാട് നന്ദി പറഞ്ഞു. ഈ വചനപ്രഘോഷണ വേദികളിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയത് മറ്റാരുമല്ല, ദിവ്യകാരുണ്യനാഥനാണ് എന്നെനിക്ക് ഉറപ്പ് തന്ന അനുഭവമുണ്ട്. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചെമ്മണ്ണാർ ഇടവകയിൽ ഇടവക ധ്യാനം നടക്കുന്ന സമയം, രണ്ടാമത്തെ ദിവസം പപ്പയും അമ്മയും സഹോദരങ്ങളും ധ്യാനത്തിനായി ഇടവക ദേവാലയത്തിലേക്ക് പോയി. ഞാനന്ന് വീട് കാവൽ വീട്ടിലിരിക്കുന്നു. ഏകദേശം ഒരു 7 മണിക്ക് ശേഷം എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ചിന്ത. വൈകുന്നേരങ്ങളിൽ മാത്രം നടക്കുന്ന ധ്യാനം, പക്ഷേ 7 മണിക്ക് ശേഷമായപ്പോഴേക്കും വാട്ട് ക്യാൻ ഐ ഡു ഫോർ ജീസസ്? എൻ്റെ ഉള്ളിൽ നിന്ന് ഞാനറിയാതെ തന്നെ ഇംഗ്ലീഷിൽ ഇങ്ങനെയൊരു ചോദ്യം. ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നേരെ ഇടവക ദേവാലയത്തിലേക്ക് നടന്നു. ദേവാലയത്തിൽ ചെന്നപ്പോഴേക്കും വൈകുന്നേരത്തെ ആ ഒരു ധ്യാനം സമാപിച്ചിരുന്നു. ആളുകളെല്ലാം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ആ ദേവാലയത്തിനുള്ളിലേക്ക് ഏറ്റവും പിന്നിലൂടെ കയറി. അവിടെ നിന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് ആ സെൻട്രൽ ഭാഗത്തുകൂടി ഞാൻ നടന്നെടുക്കുമ്പോൾ എന്നെ ആരോ അവിടേക്ക് ആകർഷിച്ച് വലിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നത് പോലെ എന്നെ ആരോ ആകർഷിച്ച് വലിക്കുന്നത് പോലെ. സക്രാരിയുടെ അടുത്തേക്ക് എത്തും തോറും വാട്ട് ക്യാൻ ഐ ഡു ഫോർ ജീസസ് എന്ന ചോദ്യം എൻ്റെ ഉള്ളിൽ ആവർത്തിച്ച് മുഴങ്ങി. അന്ന് ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന ബ്രദർ ജോസ് കാനാട്ടിൻ്റെ അടുത്ത് ചെന്ന് മുട്ടുകൾ കുത്തി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വാട്ട് ക്യാൻ ഐ ഡു ഫോർ ജീസസ്? ദിവ്യകാരുണ്യനാഥനെയും ക്രൂശിത രൂപത്തിലേക്കും ഒന്ന് നോക്കിയതിന് ശേഷം അദ്ദേഹം എന്നോട് മറുപടിയായി പറഞ്ഞു, വചനം പ്രസംഗിക്കുക. അതെനിക്ക് വല്ലാത്തൊരു ആവേശമാണ് നൽകിയത്. ഈ ദിവ്യകാരുണ്യനാഥൻ ഇപ്പോഴും കൂടെയുണ്ട്, എന്നെ ആകർഷിച്ച് പിടിക്കുന്ന ഒരു ദൈവമാണ്. ഇങ്ങനെ വിശ്വസിച്ച് നിന്നാൽ മാത്രം പോരാ, ഈ വിശ്വാസം മറ്റുള്ളവർ കൂടി പങ്കുവയ്ക്കണം. ഈ ദിവ്യകാരുണ്യനാഥൻ ദിവ്യകാരുണ്യമായത് തന്നെ ലോകം മുഴുവനിലും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ അനുഭവങ്ങൾ എന്നിലൂടെയും പങ്കുവയ്ക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് എന്നിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഇടുക്കി രൂപതയുടെ വിവിധ ദേവാലയങ്ങളിലേക്ക് ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ ധ്യാനത്തിനായി, വചനപ്രഘോഷണത്തിനായി, കൗൺസിലിങ്ങിനായി കടന്നു ചെന്നു. പ്രത്യേകിച്ചും ഇടവകയിൽ തന്നെ കൂടുതൽ സമയം ചിലവഴിക്കുവാൻ അവസരങ്ങളും ലഭിച്ചു. എൻ്റെ പ്രിയപ്പെട്ട വികാരിയച്ചന്മാരോട് ചേർന്ന് നിന്ന്
ഇടവകയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ, പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പ്രാർത്ഥനയോടൊപ്പം അല്പസമയം വചനം പങ്കുവയ്ക്കുവാനുള്ള അവസരവും ലഭിച്ചു. അത് ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായ അവസരമായി എടുത്തു. കാരണം ഇടവകകളിൽ ഈശോയെ കൊടുക്കുക, ഈശോയെക്കുറിച്ച് പറയുക, ഞാൻ അനുഭവിച്ചറിഞ്ഞ ദിവ്യകാരുണ്യനാഥനെ കൊച്ചു കൊച്ചു വാക്കുകളിലൂടെ പങ്കുവയ്ക്കാൻ തുടങ്ങി. ആ വചനപ്രഘോഷണം എനിക്ക് കൂടുതൽ ഊർജം തന്നത് സൺഡേ സ്കൂളിലും ഈ വചനം പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ്. പാഠപുസ്തകങ്ങളെക്കാൾ ഉപരി ഓരോ നിമിഷങ്ങളിലും കിട്ടുന്ന അനുഭവങ്ങൾ കുട്ടികളുമായി പങ്കിട്ടപ്പോൾ അവരും ഓരോ ഞായറാഴ്ചകളിൽ വേദപാഠ ക്ലാസ്സുകളിൽ എഴുന്നേറ്റ് നിന്ന് അവർക്കുണ്ടായ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഇടവകയിലേക്ക്, കുടുംബങ്ങളിലേക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ അനുഭവങ്ങൾ പങ്കിടുന്ന അനുഭവങ്ങൾ വളർന്നു വന്നു. തുടർന്ന് രൂപതയിലെ വിവിധ സ്കൂളുകളിൽ ധ്യാനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഇടുക്കി രൂപതാ നേതൃത്വത്തിന് കീഴിൽ വിവിധ സ്കൂളുകളിൽ ധ്യാനത്തിനായി കടന്നു ചെല്ലാൻ കഴിഞ്ഞു. പ്രശ്നകലുഷിതമെന്ന് മനുഷ്യർ പറയുന്ന ഈ കാലഘട്ടത്തിൽ ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നിന്നാൽ ഇത് പ്രശ്നങ്ങളല്ല, പരിഹാരമാർഗം തരുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. സ്കൂളുകളിലും സാധിക്കുന്ന കോളേജുകളിലും ഒപ്പം ഇടവക ധ്യാനങ്ങളിലും ഈശോയെ പങ്കുവയ്ക്കുവാൻ കിട്ടിയ അവസരങ്ങൾ അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ്. കൂടുതൽ വചനം പഠിക്കുവാനും വചനം പ്രസംഗിക്കുവാനും അത് കൂടുതൽ ആവേശം നൽകി. പ്രത്യേകിച്ചും വചനപ്രഘോഷണ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധനാ സമയങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി നിലനിന്നത്. ഒരു ഗാനത്തോടൊപ്പം ദിവ്യകാരുണ്യനാഥനെ സ്തുതിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും അനുഗ്രഹവും എന്നിലേക്കും പങ്കുചേരുന്ന എല്ലാ വ്യക്തികളിലേക്കും ഒഴുകിയിറങ്ങുന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെ ധ്യാന ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അത് വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ ആരാധനയുമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ദിവ്യകാരുണ്യനാഥൻ നേരിട്ടിറങ്ങി ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ ഈ കർത്താവിന് സാക്ഷ്യം വഹിക്കാതിരിക്കാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി. അന്ന് ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നപ്പോൾ, അതെ, ആ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു തളർവാദ രോഗി, ദേഹം മുഴുവൻ ബെൽറ്റിട്ട് കിടക്കുന്ന ആ വ്യക്തി, ഞാൻ എല്ലാ ദിവസവും കണ്ടു അദ്ദേഹത്തെ കട്ടിലോടുകൂടി കിടത്തുന്നത്. ധ്യാനത്തിൻ്റെ 4-ാം ദിവസം ദിവ്യകാരുണ്യ ആരാധന നടക്കുന്ന സമയത്ത് ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് ശരീരത്തിൽ കെട്ടിയിരുന്ന എല്ലാ ബെൽറ്റുകളും അഴിച്ചെറിഞ്ഞ് ഈശോ എന്നെ സുഖപ്പെടുത്തി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടി അൾത്താരയിലേക്ക് കയറി നിന്നത് പച്ചകെടാതെ ഇന്നും ഓർക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്കും മനസ്സിലായി, ഈ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ എല്ലാവരുടെയും കൂടെയുണ്ട്, ഏത് കാര്യങ്ങളിലും നമ്മെ സൗഖ്യപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. ദിവ്യകാരുണ്യനാഥൻ്റെ കൂടെ ധ്യാന സെൻറ്ററുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യാവസാനം ഈ ദിവ്യകാരുണ്യനാഥനോട് സംസാരിക്കുവാൻ ഞാൻ സമയം കണ്ടെത്തുന്നു. കാരണം അവിടുന്ന് പറഞ്ഞു തരുന്നതേ മറ്റുള്ളവരോട് പറയാനുള്ളൂ. വലിയ തത്വശാസ്ത്രങ്ങളിലേക്ക് പോകുന്നതിനപ്പുറം ദിവ്യകാരുണ്യനാഥനോട് സംസാരിച്ച് ലളിതമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഏറെ അവസരങ്ങൾ എനിക്ക് ലഭിച്ചു. ചുരുക്കത്തിൽ ഈ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ എല്ലാവരുടെയും ഇടയിലുണ്ട്. ധ്യാന സെൻറ്ററുകളിൽ മാത്രമല്ല, നമ്മുടെ ഇടവക ജീവിതത്തിലും നമ്മുടെ ഓരോ പ്രവർത്തന മേഖലകളിലും ദിവ്യകാരുണ്യനാഥൻ നമ്മോടൊപ്പമുണ്ട്. തുടർന്നും വചന ശുശ്രൂഷ വേദികളിൽ എനിക്ക് ഈ ദിവ്യകാരുണ്യനാഥനെക്കുറിച്ച് പറയാൻ ഒരുപാട് കൊതി തോന്നുന്നു. ഇനിയും അതിനുള്ള അവസരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. സ്കൂളിൽ ധ്യാനത്തിനായി കടന്നു ചെന്നപ്പോൾ അന്ന് ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഒപ്പം അധ്യാപകരും ആ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ അവരോടെല്ലാവരോടുമായി പങ്കുവച്ചു,
ദിവ്യകാരുണ്യനാഥൻ്റെ കൂടെയാണെങ്കിൽ ഏത് കാര്യവും അവൻ ചെയ്തു തരും. ഈശോയോട് ഒരുമിച്ചായാൽ ഒരു കാര്യവും നമുക്ക് മുടങ്ങില്ല. ജീവനുള്ള ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയപ്പെടണം? ഇതെല്ലാം പറഞ്ഞ് ആ ക്ലാസ് അവസാനിപ്പിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം ആ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ, അന്ന് ആ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല ധ്യാനമെടുത്തത്, എനിക്ക് വേണ്ടിയിട്ടാണ് അന്ന് ആ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഞാൻ ചോദിച്ചു, സാറേ ഏത് കാര്യമാണ്? ഈശോയോട് ഒരുമിച്ച് പോയാൽ, ഈശോയെ കൂട്ടുപിടിച്ച് പോയാൽ എല്ലാ കാര്യവും നടത്തി തരുമെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ അന്നൊരു കാര്യം ചെയ്തു. ജീവിതത്തിൽ ആദ്യമായി എൻ്റെ ദിവ്യകാരുണ്യനാഥനെ കൂട്ടുപിടിച്ച് വർഷങ്ങളായി നാളുകളായി മുടങ്ങിക്കിടന്ന ചില ഓഫീസ് കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ഓഫീസിലേക്ക് കയറി ചെന്നു. നാളിതുവരെ പല കാര്യങ്ങൾ പറഞ്ഞ് അവർ ആ ഓഫീസ് കാര്യങ്ങൾ മാറ്റിവെക്കുകയായിരുന്നു. നാളെ വാ, സെക്ഷനിൽ ഇന്ന ആളില്ല, അങ്ങനെ പറഞ്ഞ് മാറ്റിവെച്ചിരുന്ന അതേ ഓഫീസിൽ ദിവ്യകാരുണ്യനാഥനെ കൂട്ടുപിടിച്ച് ചെന്നപ്പോൾ അത്ഭുതമെന്നേ പറയേണ്ടൂ, ആ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി കൊടുത്തു. സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇനി തുടർന്നുള്ള ജീവിതത്തിൽ ഞാനും ഈ ദിവ്യകാരുണ്യനാഥനെ കൂട്ടുപിടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.